കോഴിക്കോട് നരിക്കുനിയിൽ +1 വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് മാഫിയ ബന്ധമുള്ള ആൺസുഹൃത്ത് ഭീഷണിപ്പെടുത്തുന്നുവെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ചില ചിത്രങ്ങളുണ്ടെന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും വിദ്യാർത്ഥിനിയുടെ ബന്ധു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഈ സംഭവത്തിൽ കാക്കൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാൻ വൈകുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. കോഴിക്കോട് നരിക്കുനി സ്വദേശിയായ +1 വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ ആൺസുഹൃത്ത് മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെടുത്തിയതിനെ കുറിച്ചാണ് ബന്ധുക്കൾ പറഞ്ഞത്. ഈ നിരന്തരമായി പണം ആവശ്യപ്പെട്ട് ചില ഫോട്ടോകൾ ഉണ്ടെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ട് ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്തു. ഏറ്റവും ഒടുവിൽ പെൺകുട്ടിയുടെ സ്വർണ്ണമാല ജ്വല്ലറിയിൽ പോയി വിൽക്കാൻ വേണ്ടി ഈ ആൺസുഹൃത്ത് പ്രേരിപ്പിക്കുകയും അങ്ങനെ വിൽക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഈ വീട്ടുകാർ ഇത്തരം ഭീകരമായ സാഹചര്യമാണെന്ന് മനസ്സിലാവുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാക്കൂർ പോലീസിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. അതായത് ഇങ്ങനെ ഒരു മയക്കുമരുന്ന് ശൃംഖല പെൺകുട്ടികളെ വലയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അങ്ങനെ ഞങ്ങളുടെ ഒരു പെൺകുട്ടി തങ്ങളുടെ മകൾ അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും 3 ദിവസമായും എടുത്തില്ല. ഏറ്റവും ഒടുവിൽ കോഴിക്കോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ നേരിട്ട് കണ്ട് പരാതിപ്പെടേണ്ട അവസ്ഥയിലേക്ക് വന്നു. പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ രാത്രി കാക്കൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തത്. കുട്ടീൻ്റെ അടുത്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പണം ആവശ്യപ്പെടുക, പണമൊക്കെ വീട്ടിൽ നിന്ന് കുറച്ചായിട്ട് മിസ്സാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്താണ് ഇതിനൊക്കെ കുറിച്ച് മനസ്സിലായത്. ഈ കുട്ടിയുടെ മാല നഷ്ടപ്പെട്ട്, അപ്പോൾ മാല നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചോദിച്ച് ഇതെങ്ങനെ പോയത്, അപ്പോൾ വീണ് പോയതാണ്. പക്ഷെ പിന്നെ ഞങ്ങൾ ഒന്നും കൂടി കെയർ ചെയ്ത് അന്വേഷിച്ചപ്പോഴാണ് ഈ നരിക്കുനി മിലാന ഗോൾഡ് എന്ന് പറഞ്ഞ ഈ ജ്വല്ലറിയിലാണ് ഇത് വിറ്റത്. മകള് അവിടെ കൊണ്ടു കൊടുത്തതാണ്, പക്ഷെ പണം വാങ്ങിച്ചത് പയ്യനാണ്. മകള് പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് വെച്ചാണ് ഇപ്പോൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ബന്ധുക്കൾ ആരോപിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, തങ്ങളുടെ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, മറ്റ് പെൺകുട്ടികളും സമാനമായ രീതിയിൽ മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം വളരെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടി സ്വർണ്ണമാല വിൽക്കാൻ കോഴിക്കോട് നരിക്കുനിയിലുള്ള ആ ജ്വല്ലറിയിൽ അതിന് സൗകര്യം ലഭിച്ചു എന്നുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇങ്ങനെ ഗോൾഡുമായി വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നാണ് സ്വർണം എത്തുന്നതെന്നൊന്നും പരിശോധിക്കാതെ ഈ ജ്വല്ലറി സ്വർണം വാങ്ങി വെക്കുന്നു എന്നുള്ളതും വളരെ ഗൗരവത്തിലുള്ള പ്രശ്നമാണ്. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷിക്കണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉദാസീനമായ നടപടി ഉണ്ടാകുന്നു എന്നുള്ള ആരോപണം ബന്ധുക്കൾ ഇതിനകം ഉയർത്തിക്കഴിഞ്ഞു. ഇപ്പോൾ വാർത്ത വന്ന ശേഷമെങ്കിലും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആവശ്യപ്പെടുന്നത്.